ഹലോ everyone. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഓൾജിബ്രേക്ക് ഐഡൻറ്റിറ്റീസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതെല്ലാം ക്ലാസ് 8ൽ പഠിച്ചതാണ്. ഒന്ന് നമുക്ക് റിവൈസ് ചെയ്ത് പോവാം. ഓൾജിബ്രേക്ക് ഐഡൻറ്റിറ്റീസ്. അപ്പോൾ ഈ ഓൾജിബ്രേക്ക് ഐഡൻറ്റിറ്റീസ് എല്ലാം ഉണ്ടല്ലോ നന്നായിട്ട് മനസ്സിലാക്കുകയും വേണം, അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കാണുമ്പോൾ ഇത് ഏത് ഐഡൻറ്റിറ്റി ആണെന്ന് അപ്പോൾ തന്നെ നമുക്ക് പിടികിട്ടണം. അതിന് വേണ്ടിയിട്ട് നന്നായി മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് ഐഡൻറ്റിറ്റി x+y² x സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ അത് നോക്കിക്കേ, x+y². അപ്പോൾ അതിലെ ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ എടുത്തു, അതേപോലെ ലാസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ എടുത്ു. പിന്നെ ഇടയിൽ വരുന്ന ടേം എന്താണ്? അവരുടെ പ്രോഡക്റ്റ് ആണ്. 2xൻ്റെയും വൈൻ്റെയും കൂടെ ഒരു പ്രോഡക്റ്റ് ആണ് വരുന്നത്. ഇനി സെക്കൻഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പം x-y². അപ്പോൾ ഫസ്റ്റ് ഐഡൻറ്റിറ്റിയും സെക്കൻഡ് ഐഡൻറ്റിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആകെ കൂടി ഈ ഇടയിൽ വരുന്ന സൈൻ മാത്രമാണ്. സെക്കൻഡ് ഐഡൻറ്റിറ്റിയിൽ നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് അതിൻ്റെ എക്സ്പാൻഷനിൽ വരുന്നത് സെക്കൻഡ് അവരുടെ പ്രോഡക്റ്റ് എക്സിൻ്റെയും വൈൻ്റെയും പ്രോഡക്റ്റ് വരുന്ന ആ ടേം നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്, x² y² ആണ് വരുന്നത്. ഇനി തേർഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ഓരോന്നെടുത്തു, x+y എടുത്തു, x-y എടുത്തു. ഇനി അവരെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ വരുമ്പോൾ എന്ത് വരും? അവരുടെ എക്സ്പാൻഷനിൽ രണ്ട് ടേമേ വരുന്നുള്ളൂ. അത് ഓർത്ത് വയ്ക്കണം, രണ്ട് ടേമേ വരുന്നുള്ളൂ. ആ മിഡിൽ ടേം, അതായത് എക്സ് വൈ വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് ടേം ഇല്ല. ഇനി ഫോർത്ത് ഐഡൻറ്റിറ്റി നോക്കുക, x+a ഇൻറ്റു x+b. ഇവരുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് ടേം സെയിം ആണ്, എക്സ് ആണ്. സെക്കൻഡ് ടേം ഡിഫറൻ്റ് ആണ്, ഒന്നിൽ എ ആണ്, രണ്ടാമത്തേൽ ബി ആണ് വരുന്നത്. അപ്പോൾ അവരുടെ എക്സ്പാൻഷൻ നോക്കുക, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x² തന്നെ വരുന്നുണ്ട്. സെക്കൻഡ് ടേമിൽ a+b ഇൻറ്റു എക്സ് ആണ് വരുന്നത്. തേർഡ് ടേം ab എന്നുള്ള പ്രോഡക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായി മനസ്സിലാക്കി വയ്ക്കുക. അടുത്തൊരു പ്രോബ്ലമാണ്, യൂസ് സ്യൂട്ടബിൾ ഐഡൻറ്റിറ്റീസ് ടു ഫൈൻഡ് ദ ഫോളോയിങ് പ്രോഡക്ട്സ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ x+8 ഇൻറ്റു x-10. അപ്പോൾ ആദ്യം തന്നെ നോക്കുക ഇവിടെ ഏത് ഐഡൻറ്റിറ്റി വരും. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും ഫസ്റ്റ് ടേം നോക്കുക, എക്സ് ആണ്, ഇവിടെയും എക്സ് ആണ്. ഇനി സെക്കൻഡ് ടേം നോക്കുക, 8 - 10. സെക്കൻഡ് ടേം ഡിഫറൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഏത് ഐഡൻറ്റിറ്റിയാണ് ഉള്ളത്? ഫോർത്ത് ഐഡൻറ്റിറ്റി. ആദ്യത്തെ മൂന്ന് ഐഡൻറ്റിറ്റിയിലും ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും സെയിം ആണ്. അപ്പോൾ ഇവിടെ ഇത് വരുന്നത് ഫോർത്ത് ഐഡൻറ്റിറ്റി. അപ്പോൾ ഫോർത്ത് ഐഡൻറ്റിറ്റി എഴുതി വയ്ക്കാം, x+a ഇൻറ്റു x+b ഈക്വൽ ടു x² പ്ലസ് a+b ഇൻറ്റു എക്സ് പ്ലസ് ab. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലം ചെയ്യാം. x+8 ഇൻറ്റു x-10 ഈക്വൽ ടു ഫസ്റ്റ് ടൈം x², അതങ്ങനെ തന്നെ എഴുതി, പ്ലസ് ഇനി നമ്മുടെ സെക്കൻഡ് ടൈം നോക്കാം, നമ്മുടെ ഐഡൻറ്റിറ്റി നോക്കാം. നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ x+b എന്നാണ്, നമ്മുടെ സെക്കൻഡ് ടൈമിൽ x-10 ആണ്. ഇവിടെ നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ x+-10 ആക്കി എഴുതാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ എഴുതിയാൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി, ഇതിങ്ങനെ എഴുതുമൊന്നും വേണ്ട. x+-10, അതായത് നമുക്ക് b എന്നുള്ളത് -10 ആയിട്ട് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ്പാൻഷൻ x² എഴുതി, പ്ലസ് a+b അല്ലേ, സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് എന്താ? a+b. അപ്പോൾ എക്ക് 8 എഴുതുക, ബിക്ക് -10 എഴുതുക, ഇൻറ്റു എക്സ് പ്ലസ് ab. a എന്ന് പറയുന്നത് 8, b എന്ന് പറയുന്നത് -10. അപ്പോൾ x² പ്ലസ് 8 - 10 എന്ത് വരും? -2 ഇൻറ്റു എക്സ് പ്ലസ് 8 ഇൻറ്റു -10 -80. ഈ x² പ്ലസ് ഇൻറ്റു -2, അപ്പോൾ -2x -80. അടുത്ത പ്രോബ്ലം, യൂസ് സ്യൂട്ടബിൾ ഐഡൻറ്റിറ്റീസ് ടു ഫൈൻഡ് ദി ഫോളോയിങ് പ്രോഡക്ട്സ്. അല്ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, 3x+4 ഇൻറ്റു 3x+4. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ടേം മൾട്ടിപ്ലിക്കൻറ്റിലും മൾട്ടിപ്ലയറിലും സെയിം ആണ്, ഇടയിലുള്ള സൈൻ പോസിറ്റീവ് ആണ്. സെക്കൻഡ് ടേമോ അതും സെയിം ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഏത് ഐഡൻറ്റിറ്റിയാണ് ഉള്ളത്? ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും സെയിം ആണ്, ഇടയിലുള്ള സൈൻ പോസിറ്റീവ് ആണ്. ഇത് ഏത് ഐഡൻറ്റിറ്റിയാണ്? ഫസ്റ്റ് ഐഡൻറ്റിറ്റി. അപ്പോൾ ആ ഫസ്റ്റ് ഐഡൻറ്റിറ്റി എഴുതി വയ്ക്കാം, x+y² ഈക്വൽ ടു x² പ്ലസ് 2xy പ്ലസ് y², 3x+4 ഇൻറ്റു 3x+4
ഈക്വൽ ടു എക്സ് സ്ക്വയർ, അതായത് ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ. അപ്പോൾ 3x ഹോൾ സ്ക്വയർ പ്ലസ് 2 ഈ 2 ഇൻറ്റു ഇനി എക്സ് എന്ന് പറയുന്നത് എന്താ 3x, ഇനി y എന്ന് പറയുന്നത് എന്താ 4 പ്ലസ് ഇനി y സ്ക്വയർ, y എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ. ഇനി 3x സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും 9x സ്ക്വയർ പ്ലസ് ഇനി 2 ഇൻറ്റു 3x ഇൻറ്റു 4, അപ്പോൾ 2 ഇൻറ്റു 3 6x ഇൻറ്റു 4, അപ്പോൾ എന്ത് വരും 24x പ്ലസ് ഇനി 4ൻ്റെ സ്ക്വയർ 16. അടുത്ത പ്രോബ്ലം ഇവാലുവേറ്റ് ദ ഫോളോയിങ് പ്രോഡക്റ്റ് വിത്തൗട്ട് മൾട്ടിപ്ലൈയിങ് ഡയറക്ട്ലി. അപ്പോൾ പ്രോബ്ലം എന്താ തന്നിരിക്കുന്നത് 102 ഇൻറ്റു 105. അപ്പോൾ നമുക്ക് ഈ 102നെ 105നെയൊക്കെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. 102 ഈക്വൽ ടു എന്തെഴുതാം 100 പ്ലസ് 2, അല്ല 105നെ എങ്ങനെ എഴുതാം 100 പ്ലസ് 5, എന്നിട്ട് 100 പ്ലസ് 2 ഇൻറ്റു 100 പ്ലസ് 5. ഇനി ഇത് നമ്മുടെ ഏതെങ്കിലും ഐഡൻറ്റിറ്റി പോലെ വരുന്നുണ്ടോ എന്ന് നോക്കിയേ. ഫസ്റ്റ് ടേം രണ്ടിലും നോക്കുക, ഫസ്റ്റ് ടേം രണ്ടിലും സെയിം ആണ് 100 ആണ്. സെക്കൻഡ് ടേം നോക്കുക, ഫസ്റ്റിൽ 2 ആണ്, സെക്കൻഡിൽ 5 ആണ്, രണ്ടിലും ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് ടേം സെയിം ആണ്, സെക്കൻഡ് ടേം ഡിഫറൻ്റ് ആണ്. ഏത് ഐഡൻറ്റിറ്റി ആയിരിക്കും, ഏത് ഐഡൻറ്റിറ്റിയാണ് വരിക ഫോർത്ത് ഐഡൻറ്റിറ്റി അല്ലേ. അപ്പോൾ അത് എഴുതാം എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. അപ്പോൾ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ 100, അപ്പോൾ 100ൻ്റെ സ്ക്വയർ പ്ലസ് എ എന്താണ് ഇവിടെ 2, അതുപോലെ ബി എന്താണ് ഇവിടെ 5. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പം 2 പ്ലസ് 5 ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ 100 പ്ലസ് എ ബി എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 5. ഇനി 100ൻ്റെ സ്ക്വയർ നമുക്കറിയാം അല്ലേ 10,000. ഇനി 2 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു 5 10. ഇനി 10,000 പ്ലസ് 700 പ്ലസ് 10, അപ്പോൾ ടോട്ടൽ എന്ത് വരും 10,710. അടുത്ത ക്വസ്റ്റ്യൻ ഫാക്ടറൈസ് ദ ഫോളോയിങ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഐഡൻറ്റിറ്റീസ്. 4y സ്ക്വയർ മൈനസ് 4y പ്ലസ് 1. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എക്സ്പാൻഷൻ സൈഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ്പാൻഷനിൽ 3 ടേം ഉണ്ട്. അപ്പോൾ നമ്മുടെ 4 ഐഡൻറ്റിറ്റി നമുക്കറിയാലോ. ഈ ഐഡൻറ്റിറ്റിയിൽ എക്സ്പാൻഷൻ സൈഡിൽ 3 ടേമുള്ള എത്ര ഐഡൻറ്റിറ്റി ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ് ഫോർത്ത്, ഇവർക്ക് 3 പേർക്കും റൈറ്റ് സൈഡിലും 3 ടേം വരുന്നുണ്ട്. അപ്പോൾ തേർഡ് ഐഡൻറ്റിറ്റി അല്ല, നമ്മുടെ പ്രോബ്ലത്തിൽ തേർഡ് ഐഡൻറ്റിറ്റി വരത്തില്ല. ഇനി ഈ 3 ഐഡൻറ്റിറ്റിയിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടേമുകൾ ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഈ 4y സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം 2y ദി ഹോൾ സ്ക്വയറിന് എഴുതി കൂടെ. ഇനി ലാസ്റ്റ് ടേം 1നെ നമുക്ക് എങ്ങനെ എഴുതാം 1 സ്ക്വയറിന് എഴുതാം. അതായത് ഇവിടുത്തെ ഈ എക്സ്പാൻഷനിലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന ഐഡൻറ്റിറ്റീസ് ഓരോ നോക്കുക. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരും, അതായത് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അങ്ങനെ വരും. ഇനി മിഡിൽ ടേമിൽ നെഗറ്റീവ് സൈൻ ഉണ്ട്. അങ്ങനെ വരുന്ന ഏത് ഐഡൻറ്റിറ്റിയാണുള്ളത്, സെക്കൻഡ് ഐഡൻറ്റിറ്റി. അപ്പോൾ സെക്കൻഡ് ഐഡൻറ്റിറ്റി എന്താണ് എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിൽ 4y സ്ക്വയർ മൈനസ് 4y പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം 2y ദി ഹോൾ സ്ക്വയർ മൈനസ് ഈ 4yനെ നമുക്ക് ഈ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ സെക്കൻഡ് ടേം പോലെ എഴുതാൻ പറ്റുമെന്ന് നോക്കിയേ 2 ഇൻറ്റു 2y ഇൻറ്റു 1 പ്ലസ് ലാസ്റ്റ് ടേം 1 സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് ആയിട്ട് വരുന്നത് എന്താ 2y. അപ്പോൾ 2y, ഇനി ഇവിടെ y ആയിട്ട് വരുന്നത് എന്താ 1. അപ്പോൾ 2y മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ 2y മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണ് 4y സ്ക്വയർ മൈനസ് 4y പ്ലസ് 1.